ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഇന്ന് ഞാനൊരു അഡ്വഞ്ചറിന് പോവാണ് കേട്ടോ. അഡ്വഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കിന്ന് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അമ്മ ഡ്രൈവിംഗ് ലേണിംഗ് ഒക്കെ എഴുതിയതൊക്കെ പാസ്സായിപ്പോൾ മെയ് 19 തീയതിക്ക് അമ്മ ഡേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റിന് ഡേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കാറിൽ കയറി ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മേനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ കാറിൽ അമ്മ പറഞ്ഞു കയറി ഇരുന്നോ, നമുക്ക് ഒപ്പം തിരിച്ച് വരാമല്ലോ, അപ്പോൾ തിരിച്ച് നമുക്ക് വീട്ടിലോട്ടൊപ്പം പോകാമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിങ്ങിനെ കയറി ഇരുന്നതാണ് കേട്ടോ. കയറി ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അതിലുള്ള ചേച്ചിമാരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അയ്യോ അമ്മേ എങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഞാൻ പറഞ്ഞ സൈഡിൽ നിർത്തിക്കൊഞ്ഞൊന്ന് അവിടെ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്. ഇതാണ് ടീച്ചർക്ക് ഭയങ്കര ക്ഷമയാണ്. ഓരോരോ കാര്യങ്ങളും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ടീച്ചറാണ് കേട്ടോ അത്. അപ്പോൾ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ ഇന്നേ വരെ ടു വീലറോ ഒന്നും ഓടിച്ചിട്ട് ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കുറേ ഞാൻ ടു വീലർ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്തൊന്നും അമ്മ സെറ്റായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്മാറും, അല്ലെങ്കിൽ ഞാൻ ഓടിച്ച് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഫുൾ ഫ്ലോപ്പായിരുന്നു. അങ്ങനെ അടുത്തത് അമ്മയുടെ ഊഴായിട്ട് അമ്മ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അയ്യോ ദൈവം, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. അത് ആ ഒരു വണ്ടിയിൽ കയറി ഇരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. എനിക്കതെല്ലാം ഒരു ചേച്ചിമാർ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ലോറിയുടെ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ തോന്നുന്നത്. കാരണം ഈശ്വരൻ ഞാൻ അതിൽ വന്ന് പെട്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അമ്മ അതിലിരുന്നിട്ട്, അതായത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് അമ്മ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരു ഡ്രൈവിങ്ങും കാര്യങ്ങളും ഒന്നും അറിയാത്ത അമ്മ ഒരു 4-5 ക്ലാസ് കൊണ്ട് അമ്മ നല്ല രീതിക്ക് തന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഗിയറൊക്കെ അമ്മ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് ആ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഗിയർ കറക്റ്റ് വീഴാത്തതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഓടിച്ചു. അങ്ങനെ അമ്മ കാറിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഡ്രൈവ് ചെയ്തു.